2024 IPL സീസൺ അരങ്ങേറുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ നായകനായ പാറ്റ് കമ്മിൻസ് ഡ്രസ്സിംഗ് റൂമിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത് 287 റൺസ് നേടി മത്സരം വിജയിച്ചതിനു ശേഷമാണ് കമ്മിൻസ് സംസാരിച്ചത്. ആ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു: നമുക്കെതിരെ കളിക്കാൻ എല്ലാ ടീമുകളും ഭയപ്പെടുന്നു. ചില ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളോട് പരാജയം സമ്മതിക്കുന്നു. അങ്ങേയറ്റം സ്ഫോടനാത്മകമായ ഗെയിമാണ് കമ്മിൻസിന് കീഴിൽ സൺറൈസേഴ്സ് കളിക്കാറുള്ളത്. അവർ ആദ്യം ബാറ്റ് ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം 300 റൺസ് അടിക്കുമെന്ന് നമുക്ക് സിമ്പിളായി തോന്നും. എതിരാളികൾ പടുത്തുയർത്തുന്നത് എത്ര വലിയ സ്കോറായാലും സൺറൈസേഴ്സ് അത് ചേസ് ചെയ്ത് ജയിക്കുമെന്ന് എല്ലാവരും കരുതും. ഈ മാനസികാധിപത്യത്തെക്കുറിച്ചാണ് കമ്മിൻസ് പ്രസംഗിച്ചത്. അങ്ങനെയുള്ള SRH ടീം 2026 IPL നിന്ന് പുറത്തായിരിക്കുന്നു. മതമിളകിയ കൊമ്പന്മാരെ പോലെ നിന്നിരുന്ന ഡ്രാവിഡ് ഹെഡിനെയും അഭിഷേക് ശർമ്മയെയും ക്ലാസിനെയും ഇഷാൻ കിഷനെയും ഒരു 15 വയസ്സുകാരൻ ഏറെക്കുറെ ഒറ്റക്ക് തളച്ചിരിക്കുന്നു. ഇടഞ്ഞാനയുടെ കണ്ണിൽ തോട്ടികയറ്റി അംഗം ജയിച്ച വൈഭവ് സൂര്യവംശി. ക്രിക്കറ്റ് ലോകത്ത് പ്രശസ്തമായ ഒരു കഥയുണ്ട്. ഗ്രേഗ് തോമസ് എന്ന ഫാസ്റ്റ് ബൗളർ സാക്ഷാൽ വിവിയൻ റിച്ചാർഡിനെതിരെ പന്തെറിയുകയാണ്. റിച്ചാർഡിനെ പലതവണ ബീറ്റ് ചെയ്തപ്പോൾ തോമസ് മുറുമുറുത്തു. വിവ് ക്രിക്കറ്റ് പന്തിന് ചുവപ്പ് നിറമാണ്. അതിന് വൃത്താകൃതിയും 5 ഔൺസ് ഭാരവുമുണ്ട്. ഇനി അതൊന്ന് കളിച്ചു നോക്കൂ. തോമസ് എറിഞ്ഞ അടുത്ത പന്ത് ഗ്രൗണ്ടിന്റെ പുറത്താണ് ചെന്ന് പതിച്ചത്. റിച്ചാർഡ് ബൗളറോട് ഇങ്ങനെ പറഞ്ഞു: ക്രിക്കറ്റ് ബോൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി നിങ്ങൾ ചെന്ന് ബോൾ എവിടെയാണെന്ന് കണ്ടെത്തിക്കോളൂ. കമ്മിൻസും വൈഭവും തമ്മിലുള്ള പോരാട്ടം കണ്ടപ്പോൾ ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. വൈഭവിന് കൊടുക്കാൻ തൻ്റെ കയ്യിൽ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഉണ്ടെന്ന് കമ്മിൻസ് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. സത്യത്തിൽ കമ്മിൻസ് 3 പദ്ധതികൾ പരീക്ഷിച്ചിരുന്നു. വൈഭവിനെതിരെ ഫുൾ ലെങ്ത് ഡെലിവറിയും ബൗൺസറും സ്ലോ ബോളുകളും കമ്മിൻസ് ഉപയോഗിച്ചിരുന്നു. ഹാട്രിക് സിക്സറുകൾ പായിച്ചാണ് വൈഭവ് ഉത്തരം നൽകിയത്. അസാധാരണമായ ഒരു ഫീൽഡ് ക്രമീകരണവും നാം കണ്ടു. മെഡ് ഓഫ് ഫീൽഡർ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വൈഭവിനെ ഉന്നമിട്ട് നിന്നത്. അയാളുടെ തലക്ക് മുകളിലൂടെ തന്നെ വൈഭവ് പന്ത് ഗാലറിയിലെത്തിച്ചു. വൈഭവ് കമ്മിൻസിനോട് തുറന്നടിക്കുകയായിരുന്നു: നിങ്ങൾക്ക് 3 പ്ലാനുകൾ അറിയാമല്ലോ. അതെല്ലാം മുള്ളൻപൂരിന് പുറത്തേക്കടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ചേസിൻ ടീമുകളെ തുണക്കുന്ന മൈതാനത്താണ് എലിമിനേറ്റർ നടന്നത് എന്നോർക്കണം. പക്ഷേ വൈഭവ് അതിനെയും മറികടന്നു. ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് നിരാശയുള്ളത്. T20 ക്രിക്കറ്റിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് വൈഭവിന് നഷ്ടപ്പെട്ടു. മഹാനായ ഡോൺ ബ്രാഡ്മാൻ അവസാനം കളിച്ച ഇന്നിംഗ്സിൽ 0-ന് പുറത്തായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 100 എന്ന മാന്ത്രിക ബാറ്റിംഗ് ശരാശരി നഷ്ടപ്പെട്ടത്. അന്ന് ബ്രാഡ്മാനെ 0-ന് പുറത്താക്കിയ ഇംഗ്ലീഷ് ബൗളറായ എറിക് ഹോളിസ് ധരിച്ച ടെസ്റ്റ് ക്യാപ്പ് 2006 ലേലം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ തൊപ്പി സ്വന്തമാക്കാൻ ഒരാളും മുന്നോട്ട് വന്നില്ല. ബ്രാഡ്മാന് അപൂർണത സമ്മാനിച്ച ബൗളറോടുള്ള നീരസമായിരുന്നു കാരണമെന്ന് അനുമാനിക്കാം. പ്രഫുലിംഗി എന്ന ബൗളറാണ് വൈഭവിന് വേഗമേറിയ സെഞ്ചുറി നിഷേധിച്ചത്. T20 ക്രിക്കറ്റിലെ ഏറ്റവും ശപിക്കപ്പെട്ട ബോളെന്ന അപഖ്യാതി ഇന്ത്യയുടെ ഡെലിവറിക്ക് വന്ന് ചേർന്നേക്കാം. ലോകം വൈഭവിനെ അത്രമേൽ സ്നേഹിക്കുന്നു. ക്രിക്കറ്റ് ലോകം ഇതിനു മുമ്പ് പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ ജെയ്സിയിൽ അവതരിച്ച ഈ 15കാരനെ പോലുള്ള ഒരാളെ ചരിത്രം ഇതുവരെ ദർശിച്ചിട്ടുണ്ടാകില്ല. വൈഭവ് സൂര്യവംശി അതൊരു പേര് മാത്രമല്ല. IPL 2026 ഒരു കൊടുങ്കാറ്റാണ്. കേവലം 15-ാം വയസ്സിൽ ഇതിഹാസങ്ങൾ പോലും പതറുന്ന ക്രീസിൽ അയാൾ യാതൊരു ഭയവുമില്ലാതെ ബാറ്റ് വീശുന്നു. T20 ക്രിക്കറ്റിന്റെ സകല വ്യാകരണങ്ങളെയും തിരുത്തിയെഴുതുന്ന ഈ കൗമാരക്കാരൻ തൻ്റെ പ്രായത്തിനപ്പുറമുള്ള പക്വതയോടെയും അമ്പരപ്പിക്കുന്ന കരുത്തോടെയുമാണ് ഓരോ പന്തിനെയും നേരിടുന്നത്. 15 ഇന്നിംഗ്സുകൾ, 680 റൺസുകൾ. കണക്കുകൾ ഒരുപക്ഷെ ഈ പ്രതിഭയുടെ യഥാർത്ഥ ചിത്രം പൂർണ്ണമായി വരച്ചു കാട്ടില്ല. എന്നാൽ 242.86 എന്ന അത്ഭുതകരമായ സ്ട്രൈക്ക് റേറ്റിലേക്ക് നോക്കുമ്പോൾ ആ ബാറ്റിൻ്റെ പ്രഹരശേഷി നമുക്ക് ബോധ്യമാകും. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിനുള്ള പ്രൗഢഗംഭീരമായ ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ ഈ 15കാരൻ്റെ ശിരസിലാണ് ശോഭിക്കുന്നത്. ഓരോ മാച്ചിലും അവൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂടുകയും ഗാലറികൾ ആവേശത്താൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഇന്നിംഗ്സുകളിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം ആ റൺസ് സ്കോർ ചെയ്ത രീതിയാണ്. ആകെ നേടിയ 680 റൺസിൽ 610 റൺസും പിറന്നത് ബൗണ്ടറികളിലൂടെയാണെന്നറിയുമ്പോൾ ലോകം അമ്പരന്നു പോകും.
അതായത് മൊത്തം സ്കോറിന്റെ 89% വന്നത് സിക്സറുകളിലൂടെയും ഫോറിലൂടെയും മാത്രമാണ്. 65 തവണ പന്ത് അതിർത്തി കടന്ന് ആകാശത്തേക്ക് പറന്നപ്പോൾ 55 തവണ അത് പുൽമൈതാനത്തെ കീറിമുറിച്ച് അതിരുകൾ തൊട്ടു. സിംഗിളുകൾക്കും ഡബിളുകൾക്കും ഈ രാജസ്ഥാൻ ഓപ്പണറുടെ നിഘണ്ടുവിൽ വലിയ സ്ഥാനമില്ല. പന്ത് അതിർത്തിക്ക് പുറത്തെത്തിക്കുക എന്നത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ഒരു ശരാശരി ബാറ്റർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പന്തുകൾ പോലും വൈഭവിൻ്റെ ബാറ്റിൽ തട്ടി ഗാലറിയിലെത്തുന്നു. അമാനുഷികമായ പവർ ഹിറ്റിങ്ങിലൂടെയും സ്ഥിരതയിലൂടെയും അവൻ കേവലം ഒരു മികച്ച സീസൺ സൃഷ്ടിക്കുകയല്ല, മറിച്ച് T20 ബാറ്റിംഗ് എന്നാൽ എന്താണെന്ന് ലോകത്തെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ്. വൈഭവ് സൂര്യവംശി എന്ന ഈ ഇളം സൂര്യൻ IPL ചരിത്രത്തിലെ സുവർണ ലിപികളിൽ തൻ്റെ പേര് എഴുതി കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന നാളുകൾ ഈ അതുല്യ പ്രതിഭയുടേതാണ്. ക്രിക്കറ്റ് ലോകം ഇതിനു മുമ്പ് പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ ജേഴ്സിയിൽ അവതരിച്ച ഈ 15-കാരനെ പോലെ ഒരാളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ ബാറ്റിംഗ് വിരുന്നിന് സാക്ഷ്യം വഹിച്ചതിന് പിന്നാലെ സാക്ഷാൽ ക്രിസ് ഗെയിൽ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകൾ ഒരു കാവ്യമായി മാറുകയാണ്. ടെലിവിഷൻ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന വൈഭവ് സൂര്യവംശിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി: ഗംഭീരം, IPLലെ പുതിയ സിക്സർ രാജാവ്, ലോകം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് വീരൻ. ഒരു യുവതാരത്തിന്റെ മികവിന് മുമ്പിൽ ആദരവോടെ തൻ്റെ കിരീടം അയച്ചു വെക്കുന്ന അപൂർവ സുന്ദരമായ നിമിഷമായിരുന്നു അത്. തൊട്ടടുത്ത സ്റ്റോറിയിൽ സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഏറ്റവും വലിയ സമ്മാനമാണ് വൈഭവിനെ തേടിയെത്തിയത്. യൂണിവേഴ്സ് ബേബി ബോസ് എന്ന തലക്കെട്ടോടെ ഗെയിൽ കുറിച്ചു: സമ്പൂർണമായ സംഹാര താണ്ഡവമാണിത്. എൻ്റെ റെക്കോർഡ് തകർക്കാൻ കഴിയാത്തതിൽ നിർഭാഗ്യമുണ്ട്. എന്നാൽ ഉടൻ തന്നെ നീ അവിടെ എത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. ചുഴലിക്കാറ്റിനെ പോലെ ഗ്രീസിൽ വൈഭവ് തീർത്ത മാന്ത്രികതയെ എത്രത്തോളം ആവേശത്തോടെയാണ് ഗെയിൽ നോക്കിക്കണ്ടതെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. ആ റെക്കോർഡ് തകർന്നില്ലെങ്കിലും ആ യുവതാരത്തിൻ്റെ ഭാവിയിലുള്ള ഗെയിലിൻ്റെ അടിയുറച്ച വിശ്വാസവും പിന്തുണയുമാണ് ഇവിടെ തെളിയുന്നത്. യൂണിവേഴ്സ് ബോസ് എന്നത് കേവലം ഒരു പേര് മാത്രമല്ല, മറിച്ച് ലോക ക്രിക്കറ്റിൽ ക്രിസ് ഗെയിലിന് മാത്രം അവകാശപ്പെട്ട സിംഹാസനമാണ്. തൻ്റേതായ ആ ഐതിഹാസിക വിളിപ്പേര് ഒരലങ്കാരമായി വൈഭവിന് ചാർത്തി കൊടുക്കുമ്പോൾ അതൊരു ഇതിഹാസ താരം മറ്റൊരു ഭാവി വാഗ്ദാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായി മാറുന്നു. സ്വന്തം സാമ്രാജ്യത്തിലേക്ക് പുതിയൊരു അവകാശിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഗെയിലിൻ്റെ ആ വലിയ മനസ്സിനും മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്ത വൈഭവിൻ്റെ ആ മാന്ത്രിക ഇന്നിങ്സിനും ക്രിക്കറ്റ് ലോകം ആദരവോടെ തലകുനിക്കുന്നു. വാസ്തവത്തിൽ ഇതൊരു മത്സരമായിരുന്നില്ല, മറിച്ച് ഒരു മാന്ത്രികതയുടെ കൈമാറ്റമായിരുന്നു.